വന്യജീവികളെ ശാസ്ത്രീയമായി നിയന്ത്രിക്കാതെ ജനവാസ മേഖലയിലേക്ക് ഇറക്കിവിടുന്ന രീതിയിൽ വനം വകുപ്പ് പ്രവർത്തിക്കുന്നുവെന്ന് സീറോ മലബാർ സഭ താമരശ്ശേരി രൂപത മനുഷ്യത്വരഹിത വന നിയമങ്ങൾ കൊണ്ടുവരുന്നെന്നും കർഷകന് നഷ്ടപരിഹാരം നൽകുന്നില്ലെന്നും പള്ളികളിൽ വായിച്ച ഇടയലേഖനത്തിൽ പറയുന്നു. അടുത്ത മാസം 5-ന് കോഴിക്കോട് മുതലക്കുളത്ത് അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നു എന്ന് ഇടയലേഖനത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി മിഥില ബാലൻ കോഴിക്കോട് ചേരുന്നു. മിഥില, നമുക്കറിയാം ആ വന്യജീവി മേഖലയിൽ സംഘർഷം എന്ന് പറയാൻ പറ്റില്ല, ഏകപക്ഷീയമായ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമാവുകയും കുറേ അധികം മനുഷ്യർ മരിച്ചു പോകുന്ന പശ്ചാത്തലത്തിൽ തന്നെയല്ലേ കൃത്യമായും ആ ഇടയലേഖനത്തിന്റെ പ്രസക്തി? മിഥില. ആഷ്മി, തീർച്ചയായും ഇതുൾപ്പെടെ ക്രൈസ്തവർ നേരിടുന്ന വിവിധങ്ങളായ വിഷയങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഇടയലേഖനം ഇപ്പോൾ ഇന്ന് രാവിലെ താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ വായിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഏപ്രിൽ 5-ന് കോഴിക്കോട് മുതലക്കുളത്ത് ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും നടക്കുന്നുണ്ട്. ഇതിൽ എല്ലാവരെയും പങ്കെടുക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് വിവിധങ്ങളായി നിലവിൽ ക്രൈസ്തവർ നേരിടുന്ന, ആഷ്മി സൂചിപ്പിച്ചതുപോലെയുള്ള വന്യമൃഗ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത്തരം വിഷയങ്ങളെല്ലാം ഈ ഒരു സമ്മേളനത്തിൽ ചർച്ചയാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം കൂടിയാണ് ഇന്നത്തെ ഒരു ഇടയലേഖനത്തിലൂടെ താമരശ്ശേരി രൂപത ബിഷപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും ഇതിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ന്യൂനപക്ഷ സ്കോളർഷിപ്പ്, സംവരണത്തിലെ അനീതി, വനനിയമം, പരിസ്ഥിതി നിയമങ്ങളുടെ ദുരുപയോഗം, വന്യജീവി ആക്രമണം, അങ്ങനെ ക്രൈസ്തവർ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ഇടയലേഖനത്തിലൂടെ ഉന്നയിച്ചിട്ടുള്ളത്. ആഷ്മി. ഓക്കെ, മിഥില ബാലനാണ്. പല വിഷയങ്ങളിലാണ് സർക്കാരിന്റെ വിമർശനം, കുറച്ച് രൂക്ഷമായ വിമർശനങ്ങളാണ് ആ ഇടയലേഖനത്തിൽ പറയുന്നത്. അതിലൊന്നാണ് ഈ വന്യജീവി പ്രശ്നം.